ഞാൻ പറയട്ടെ, ഞാൻ ഒരു പെന്തിക്കോസ്തുകാരൻ, പെന്തിക്കോസ്തിൽ വളർന്നവൻ, പെന്തിക്കോസ്ത് ശുശ്രൂഷകൻ, അതിൻ്റെ നേതാവായി തീർന്നവൻ. അങ്ങനെ ജീവിക്കുന്ന എന്നിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു വലിയ ആത്മപ്രവൃത്തി കുറേ കാലങ്ങൾ നടന്നു. ഡിവൈൻ ഇൻ്റർവെൻഷൻസ് എവറി ഡേ ഫോർ 3 years. എവറി ഡേ റെവലേഷൻസ് ആഫ്റ്റർ റെവലേഷൻസ്. വചനത്തിൽ നിന്ന് വലിയ ആത്മീയ ഇടപാടുകൾ. It was changing me, transforming me. Everything was getting changed. ഒരു ദിവസം ആത്മാവിനോട് പ്രത്യേക ഒരു വചനം പറഞ്ഞു, അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു തന്നു, ഞാനെഴുതി പ്രസംഗിച്ചു, ഞാൻ ഇരുന്നു. ഒരിക്കലും ഞാൻ കേട്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത ഒരു ശക്തി എൻ്റെ മേലിറങ്ങി വന്നു. അത് ശരീരം മുഴുവൻ നിന്ന് ആവസിച്ചു. അതൊരു വികാരത്തിന് വന്നതല്ല, താമസിക്കാൻ വന്നതാണ്. ഇറ്റ് റെസ്റ്റഡ് ഇൻ മീ. ശരീരം മുഴുവൻ ഇറങ്ങി, ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ. ഐ കുഡ് ഫീൽ ദ ഹോളി സ്പിരിറ്റ്. ആ മൊമെൻ്റ് അല്ല, പിന്നെ എപ്പോഴും. ഈ കൈ മുഴുവൻ ദൈവസാന്നിധ്യം, ഈ കാല് മുഴുവൻ ദൈവസാന്നിധ്യം. എൻ്റെ ശ്വാസം എനിക്കറിയാവുന്നതുപോലെ ഇതിനകത്ത് വ്യാപരിക്കുന്നൊരു ശക്തി എൻ്റെ ശരീരം തിരിച്ചറിയും. It took me to a different world. To a different world altogether. എന്ന് ഞാൻ പറഞ്ഞാൽ, അതുവരെ വിശുദ്ധ ജീവിതം പാപത്തോട് പൊരുതി ചെയ്യേണ്ട ഒരു കാര്യമാണെങ്കിൽ അന്നേ ദിവസം പൊക്കിയെടുത്ത് വേറെ മണ്ഡലത്തിൽ കൊണ്ടു നിർത്തി വിശുദ്ധ ജീവിതത്തിൻ്റെ നോർമൽ പാർട്ടാക്കി തീർക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക് കൊണ്ടുപോയി. ഞാൻ ന്യൂ ജനറേഷൻ ആളല്ല, ഞാൻ ട്രഡീഷണൽ പെന്തിക്കോസ്തുകാരൻ. എല്ലാത്തിനും വാക്യം അന്വേഷിക്കുന്നവൻ, വേദശാസ്ത്രത്തിൽ കർശനക്കാരൻ. പക്ഷേ നിങ്ങൾ അറിയുന്ന അല്ല, സ്വർഗത്ത് അങ്ങനെ വാക്യമില്ലേ? എഫേസ്യർ 2:7 ഇപ്പോഴേ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്നല്ലേ? അല്ലേ? പിന്നൊരു ദിവസം കൊണ്ടിരുത്തുമെന്നാണോ? ഇപ്പോഴേ ഇരുത്തുന്നെങ്കിൽ ഈ തറയിൽ കാലുകുത്തുമ്പോഴും ഒരാത്മമണ്ഡലത്തിൽ ശരീരമെത്തിക്കാൻ, ആളത്തുമെത്തിക്കുന്ന ഒരാത്മപ്രവൃത്തിയുണ്ട് എന്നറിയാൻ മനസ്സുണ്ടോ? ഒന്ന് പോകാൻ മനസ്സുണ്ടോ? അതോ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് പരിധി കൽപ്പിച്ച് ഇത്രയേ ഉള്ളൂ ആത്മാവെന്ന് നിങ്ങൾ പറയുന്നിടത്ത് നിൽക്കണമോ? അതോ ആത്മാവ് പറയുന്നിടത്ത് വിട്ടുകൊടുക്കണോ? ഒരു ദിവസം എൻ്റെ തിയോളജി പൊട്ടിച്ചുകൊണ്ട് ആത്മാവ് പ്രവർത്തിച്ചു. എൻ്റെ വേദശാസ്ത്രം മുഴുവൻ താഴെയിട്ടുകൊണ്ട് ആത്മാവ് പ്രവർത്തിച്ചു. ഞാൻ ചോദിച്ചതല്ല, ഞാൻ അറിഞ്ഞതല്ല, ഒരു പ്രവൃത്തി ആരംഭിച്ചു. ഞാൻ പറഞ്ഞു, സോറി ഗാഡ്, ഐ എം സോറി, മേലാ ഞാൻ വേദശാസ്ത്രി എന്ന് പറയില്ല. അങ്ങേ മൊത്തം എനിക്കറിയില്ല, അങ്ങയുടെ മഹത്വം മൊത്തം എനിക്കറിയില്ല, അങ്ങയുടെ ആത്മാവിൻ്റെ വഴി മൊത്തം എനിക്കറിയില്ല. ആത്മാവിനെതിരെ മിണ്ടാൻ തയ്യാറാവരുത്. ആത്മപ്രവൃത്തികളെല്ലാം നമുക്കറിയില്ല. ബി വെരി കെയർഫുൾ അബൌട്ട് സ്പീക്കിംഗ് അഗെയിൻസ്റ്റ് ദ ഹോളി സ്പിരിറ്റ്. ആത്മാവ് തൻ്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കട്ടെ. ആരും ചെയ്യുന്നതിന് പിൻപറ്റാൻ പോകണ്ട, ആരും ചെയ്യുന്നതിന് ഇമിറ്റേറ്റ് ചെയ്യാൻ പോകണ്ട. പക്ഷേ കാത്തിരിക്കൂ, നിൻ്റെ മേൽ ദൈവശക്തിയുടെ വ്യാപാരം ഇറങ്ങിവന്നാൽ ആത്മാവിൻ്റെ ഇഷ്ടത്തിന് പോകട്ടെ. ചിലപ്പോൾ നിനക്ക് താങ്ങാൻ മേലാത്ത ദൈവസാന്നിധ്യം ഇറങ്ങി വരും. നിന്റെ ശരീരത്തിൽ ഉൾക്കൊള്ളാൻ മേലാത്ത ദൈവസാന്നിധ്യം ഇറങ്ങി വരും. വലിയ ശക്തിയുടെ പകർച്ചയുണ്ട് എന്ന് വിശ്വസിക്കാൻ ഇന്ന് രാത്രി ഞാൻ ഒരു പെന്തിക്കോസ്ത് നേതാവെന്ന നിലയിൽ വചനത്തിൻ്റെ കൃത്യവ്യാഖ്യാനത്താൽ വിളിച്ചു പറയുന്നു, ആത്മാവിന് പരിധി കൽപ്പിക്കരുത്, പരിധി കൽപ്പിക്കരുത്. ഈ തലമുറയിൽ ദൈവത്തിന് വലിയ കാര്യം ചെയ്യണം. നിങ്ങളുടെ മക്കളെ ദൈവത്തിന് ശക്തിയോടെ എഴുന്നേൽപ്പിക്കണം, ആ അഭിഷേകത്തോടെ എഴുന്നേൽപ്പിക്കണം. അല്ലാതെ അവർ നമ്മെ വിട്ട് പോവുകയല്ല വേണ്ടിയത്. ഇതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് നിൽക്കണമോ? നിങ്ങൾ മനസ്സ് തുറന്നവരായി ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുമോ? കമാൺ. നമ്മിൽ ചിലർ അഭിഷേകത്തിൻ്റെ ശക്തിയുടെ വ്യാപാരത്താൽ രംഗത്ത് വരട്ടെ. ആത്മാവിന് ഓപ്പണായിട്ട് രംഗത്ത് വരട്ടെ. ആത്മാവിൻ്റെ പ്രവൃത്തി അങ്ങോട്ട് ആരംഭിക്കട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ, വീര്യപ്രവൃത്തികൾ നടക്കട്ടെ, ആത്മദർശനങ്ങൾ ഉണ്ടാകട്ടെ. ആത്മവിവശത പൗലോസിനുണ്ടായതുപോലെ, യോഹന്നാനുണ്ടായതുപോലെ ചില ആത്മ അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോകട്ടെ. അതില്ലാന്ന് ആര് പറഞ്ഞു? അതേ, സ്വർഗമണ്ഡലത്തിൽ എടുക്കപ്പെടുന്ന അനുഭവമുണ്ടെന്ന് ശരീരത്തോടെ ശരീരം കൂടാതെ എന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള മണ്ഡലങ്ങളുണ്ട് എന്ന് തിരിച്ചറിയാൻ മനസ്സുണ്ടോ? അതോ ആത്മാവിനെ പരിമിതപ്പെടുത്തി ഒരിടക്കാല പെന്തിക്കോസ് ആകണമോ?
അതോ ആദിമ നൂറ്റാണ്ടിലെ അനുഭവത്തിൽ രൂപാന്തരപ്പെട്ടു വരാൻ മനസ്സുണ്ടോ? ജീസസ് ഞാൻ വാക്ക് നിർത്തുന്നു. ഇന്ന് രാത്രി ആത്മാവിനെ വിളിച്ച് പറയാൻ എന്നോട് പറഞ്ഞ നിയോഗം, ബി ഓപ്പൺ ടു ദ ഹോളി സ്പിരിറ്റ്, ബി ഓപ്പൺ ടു ദ വേർഡ്. കൃത്യം ഉപദേശപ്രകാരം വിളിച്ച് പറഞ്ഞു, ബി ഓപ്പൺ ടു ദ ഹോളി സ്പിരിറ്റ്, ലെറ്റ് ഹിം ഹാവ് ഹിസ് വേ. വേറൊരു മണ്ഡലത്തിൽ കൊണ്ടെത്തിക്കാൻ നിങ്ങളെ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ പോകാൻ മനസ്സുണ്ടോ? അതോ നിങ്ങൾ അതിര് കൽപ്പിച്ച് ഇത്രയും മതി, ഇതാണ് ആത്മാവെന്ന് പറയണമോ? അല്ലെന്നേ, വചനം മൊത്തം ആർക്കും അറിയാമെന്ന് പറയരുത്. നിങ്ങൾക്കറിയാൻ മേലാത്ത സത്യങ്ങൾ, എനിക്കറിയാൻ മേലാത്ത സത്യങ്ങൾ ഇതിനും തിരുവഴുത്തിലുണ്ടാവാം. ആത്മാവ് സംസാരിക്കട്ടെ, ആത്മാവ് വെളിപ്പെടുത്തട്ടെ. കൃത്യം വചനമായിരിക്കണമെന്ന് മാത്രം അവരവരും പറയുന്നതിൻ്റെ പുറകെ പോകരുത്. വചനത്തിലൂടെ വെളിപ്പെട്ട് കിട്ടുന്ന സത്യങ്ങൾക്ക് തുറന്നു കൊടുത്ത് ഒന്നൊരുങ്ങാൻ തയ്യാറുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു ഈ തലമുറയിൽ ഉണർവുണ്ട്, സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്നും എനിക്കൊരു മെസ്സേജ്, ഞങ്ങളുടെ ഒരു മിഷണറിയുടെ മെസ്സേജ് വന്നു. 24 പേര് ഈ ആഴ്ച, ഈ ഒരു മാസം സ്നാനപ്പെട്ടു വടക്കേന്ത്യയിൽ. ഭയങ്കര എതിർപ്പിന് നടുവിൽ അവനെ അവിടുന്ന് തുരത്താൻ വേണ്ടി പോലീസ് കേസ് കൊടുത്ത് കോടതി കേസ് കിടക്കുകയാണ്. പള്ളി യോഗം നടത്താൻ പാടില്ല എന്ന് ഓർഡറാണ്. 24 പേര് ഈ മാസം സ്നാനപ്പെടുന്നു. ഉണ്ടോ ആത്മപ്രവൃത്തി? ഉണ്ടോ? ഏത് എതിർപ്പിന് നടുവിലാണ് ദൈവപ്രവൃത്തി നടക്കാത്തത്? പിശാചാണോ വലുത്? നമ്മുടെ ദൈവമാണോ വലുത്? പാതാളമാണോ വലുത്? സ്വർഗമാണോ വലുത്? ആ സ്വർഗമണ്ഡലം ഇതിനകത്ത് കൊണ്ട് നിറക്കാൻ മനസ്സുണ്ടോ? അതോ നിങ്ങൾക്ക് നിങ്ങളുടെ മനുഷ്യരായിട്ടിരിക്കണമോ? ആത്മമണ്ഡലത്തിൽ കയറി വേറൊരു ലോകത്തിൽ ആത്മമണ്ഡലത്തിൽ സഞ്ചരിക്കാൻ തയ്യാറുണ്ടോ എന്ന് ആത്മാവിനാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു ചോദിക്കുന്നു.